ഹായ്, നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് കിടക്കാം. ഇത് പാർട്ട് 4, നമ്പേഴ്സ് ആൻഡ് ബേസിക് ഓപ്പറേഷൻസ് പാർട്ട് 4. ഓക്കെ, നമ്മൾ നാച്ചുറൽ നമ്പേഴ്സ് ഓർ കൗണ്ടിങ് നമ്പേഴ്സ്, അതായത് നിസർഗ സംഖ്യകൾ അല്ലെങ്കിൽ എണ്ണൽ സംഖ്യകൾ എന്താണെന്ന് പറഞ്ഞു. ഹോൾ നമ്പേഴ്സ് കണ്ടു, ഒറ്റ സംഖ്യകൾ, ഇരട്ട സംഖ്യകൾ, ഭാജ്യസംഖ്യകൾ, അഭാജ്യസംഖ്യകൾ, ഇതെല്ലാം നമ്മൾ പഠിച്ചു. ഓക്കെ, ഇനി നമ്മൾ വീണ്ടും ബേസിക് ഓപ്പറേഷൻസിൽ അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ നമ്മൾ പഠിച്ചതാണ്. ഇനി നാച്ചുറൽ നമ്പേഴ്സിൽ കൂടുതൽ നമ്പേഴ്സിന്റെ ലാർജ് നമ്പേഴ്സ് കൂടുതൽ നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് PSCക്കും അതുപോലെ തന്നെ UPSC അതുപോലെ തന്നെ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസിന് വരുന്ന ക്വസ്റ്റ്യൻസ് ഉള്ള ടൈപ്പുകൾ ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്തു നോക്കാം. ഓക്കെ, നാച്ചുറൽ നമ്പേഴ്സ്, ഇതില് സം ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ് സാധാരണ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. സം ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ്, ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ തുക എത്ര? n എണ്ണൽ സംഖ്യകളുടെ തുക എന്ന് പറഞ്ഞാൽ n × n+1/2 ആണ്. നമുക്കൊരു ഉദാഹരണം ചെയ്യാം. ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് 17 നാച്ചുറൽ നമ്പേഴ്സ്, ആദ്യത്തെ 17 എണ്ണൽ സംഖ്യകളുടെ തുക എത്ര? അപ്പൊ 17 എണ്ണൽ സംഖ്യകളാണ് നമുക്ക് വേണ്ടത്. അപ്പൊ ഈ ഫോർമുലയിൽ n എന്ന് പറയുന്നത് 17 ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് n = 17. ഓക്കെ, ഹിയർ n = 17. അപ്പൊ സം എന്ത് വരും? സമ്മിന്റെ ഫോർമുല ഇതാണ്, n × n+1/2. n × n+1/2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. n ന് 17 എന്ന് കൊടുക്കുക, ഇൻറ്റു 17 + 1/2. ഓക്കെ, 17 + 1 എന്നുള്ളത് 18 ആവും. 17 × 18/2. നമുക്ക് ഈ 18നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 9 എന്ന് വരും. 17 × 9 153. അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ് കിട്ടിയത്? ആദ്യത്തെ 17 നാച്ചുറൽ നമ്പേഴ്സിന്റെ, ആദ്യത്തെ എന്ന് പറഞ്ഞാൽ 1 മുതൽ തുടങ്ങി 17 വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സിന്റെ അല്ലെങ്കിൽ എണ്ണൽ സംഖ്യകളുടെ തുകയാണ് 153 എന്നത്. മറ്റൊരു ഉദാഹരണം നോക്കാം. ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് 30 നാച്ചുറൽ നമ്പേഴ്സ്. ഇതുപോലെ തന്നെ ആദ്യത്തെ 30 നാച്ചുറൽ നമ്പേഴ്സിന്റെ എണ്ണൽ സംഖ്യകളുടെ തുക എത്ര? അപ്പൊ നമുക്ക് ഇതേ ഫോർമുല ഉപയോഗിക്കാം, n × n+1/2. അപ്പൊ ഇവിടെ n എന്ന് പറയുന്നത് എന്താണ്? n 30 ആണ്. 30 എണ്ണൽ സംഖ്യകളുടെ തുകയാണ് കാണേണ്ടത്. അപ്പൊ n = 30. അപ്പൊ സം എന്ത് വരും? 30 × n+1, 31, 30+1/2. അപ്പൊ 30 × 31/2. അപ്പൊ ഈ 2ഉം ഈ 30ഉം നമുക്ക് ക്യാൻസൽ ചെയ്യാം. അപ്പൊ 15 വരും. 15 × 31 = 465. ഓക്കെ, അപ്പൊ ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ തുക ആണ് n × n+1/2. n-ന് എന്ത് വാല്യൂ വേണമെങ്കിലും കൊടുക്കാം. 100 എണ്ണൽ സംഖ്യകളുടെ തുകയാണെങ്കിൽ n 100 ആയിരിക്കും. 250 എണ്ണൽ സംഖ്യകളുടെ തുകയാണെങ്കിൽ n 250 ആയിട്ട് എടുത്താൽ മതി. ഓക്കെ, ഇനി അടുത്ത ടൈപ്പ് ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ മെനി കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ് സ്റ്റാർട്ടിംഗ് ഫ്രം 1 ഷുഡ് ബി ആഡഡ് ടു ഗെറ്റ് 210? 1 മുതൽ തുടങ്ങി എത്ര എണ്ണൽ സംഖ്യകൾ കൂട്ടിയാൽ 210 കിട്ടും? അപ്പൊ ഇതിൽ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്, 10, 16, 20, 12. ഓക്കെ, ഇത് നമുക്ക് നോക്കാം. നമുക്ക് ആ ഫോർമുല തന്നെ ഇവിടെ അപ്ലൈ ചെയ്യാം. സം എന്ന് പറയുന്നത് n × n+1/2 ആണ്, ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ തുക. നമ്മളോട് ഇവിടെ ചോദ്യം എന്താണ്? എത്ര എണ്ണൽ സംഖ്യകളുടെ തുകയാണ് 210 അല്ലെ? നമുക്കത് അറിയില്ല. എത്ര എണ്ണൽ സംഖ്യകളുടെ തുകയാണെന്ന് നമുക്ക് അറിയില്ല. നമ്മളത് n എന്ന് തന്നെ സങ്കല്പിക്കുന്നു. അപ്പൊ n എണ്ണൽ സംഖ്യകളുടെ തുകയാണ് 210 എന്ന് നമ്മൾ എടുക്കുകയാണ്. അപ്പൊ നമുക്ക് ഈ ഫോർമുല അപ്ലൈ ചെയ്യാം. n × n+1/2 = 210 അല്ലെ? ഇനി n-ന്റെ വില നമുക്ക് അറിയില്ല, അത് നമുക്ക് കണ്ടുപിടിക്കണം. ഈ 2 കൊണ്ട് നമ്മൾ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ആണത്. ഈ 2 കൊണ്ട് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ n × n+1 = 2 × 210. ഓക്കെ, n × n+1 = 2 × 210, 420 ആണ്. ഈ n × n+1 നമുക്ക് ഇവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. ബ്രാക്കറ്റ് കളഞ്ഞു എഴുതിയ n × n, അതാണ് n² പ്ലസ് n × 1 n.
ഈക്വൽ ടു 421 ആക്ച്വലി ഇത് കിട്ടുന്നത് അല്ലെ. അപ്പൊ ഇവിടെ ഇതിന്റെ വില കാണണമെങ്കിൽ നമുക്ക് ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറയാം. നമ്മൾ അതിലേക്കൊന്നും പോകുന്നില്ല, നമുക്ക് ഈസി ആയിട്ട് എങ്ങനെ ചെയ്യാം എന്നാണ് നമ്മൾ ചിന്തിക്കുക. അപ്പൊ നമുക്കിപ്പോ കിട്ടിയിരിക്കുന്നത് n² + n = 420. n എന്താണ്? n എത്ര എണ്ണൽ സംഖ്യകൾ കൂട്ടിയാൽ ഈ 210 കിട്ടും, അതാണ് അല്ലെ. അപ്പോ ഇത് നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്നാമത്തെ രീതി, നമുക്ക് ഈ ഓപ്ഷൻസ് ഉപയോഗിച്ചിട്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. നമുക്കിവിടെ എന്താ കിട്ടിയിരിക്കുന്നത്? n × n + 1 = 420 ആണ്. അതായത് എന്നിന്റെ വിലകളാണ് ഈ ഓപ്ഷൻസിൽ തന്നിരിക്കുന്നത്. n 10 ആണെങ്കിൽ n + 1 11 ആണ് അല്ലെ. അപ്പൊ നമ്മൾ ഈ ഓരോ വാല്യൂവും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുകയാണ്. n × n + 1 420 കിട്ടുന്നത് ഏത് എന്നിന്റെ വില എന്ത് കൊടുക്കുമ്പോഴാണ്, അതാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ n-ന് ഈ ഓരോ വിലയും ഇട്ട് നോക്കുകയാണ്. അപ്പൊ n-ന് 10 ഇട്ടാൽ 10 × 11 ആണ്. 10 × 11 420 അല്ലെന്ന് നമുക്കറിയാം. 10 × 11 110 ആണ് അല്ലെ. അതുപോലെ അടുത്തത് 16 × n + 1 വരുമ്പോൾ 17 ആണ്. 16 × 17 അതും എന്ത് വരും? 420 അല്ല. വേണമെങ്കിൽ ഇങ്ങനെ നോക്കാം. 6 × 7 6 7 42, അവസാനം 2 ആയിരിക്കും അല്ലെ. 6 7 42 എന്നായിരിക്കും, 2 ആയിരിക്കും ആ പ്രോഡക്റ്റിന്റെ ഫസ്റ്റ് യൂണിറ്റ് ഡിജിറ്റ് വരുന്നത്. പക്ഷെ അതല്ല ഇവിടെ. അപ്പൊ നമുക്ക് പെട്ടെന്ന് അതല്ല എന്ന് ചിന്തിക്കാം. 420 ആണ്. ഓക്കെ, അപ്പൊ അതുമല്ല. അടുത്തത് 20 × n + 1 21. 20 × 21 എത്രയാ? പെട്ടെന്ന് തന്നെ നമുക്കറിയാം 210 × 2 അല്ലെ, 420 ആണ്. 20 × 21 420 ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് പറയാം? n-ന്റെ വില 20 ആണ്. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? ആദ്യത്തെ 20 എണ്ണൽ സംഖ്യകളുടെ തുകയാണ് 210. മനസ്സിലായോ? അപ്പൊ ഇതൊരു മെത്തേഡാണ്. പെട്ടെന്ന് ഓപ്ഷൻസിൽ നിന്ന് നമുക്ക് ഈ രീതിയിൽ ചെയ്യാം. n × n + 1 നോക്കിയിട്ട്. അടുത്ത മെത്തേഡ് ഇപ്പൊ നമ്മൾ കണ്ടു. n² + n = 420 എന്നാണ് ഇവിടെ നമുക്ക് കിട്ടിയത് അല്ലെ. അപ്പൊ നോക്കിയേ, n² + n = 420 എന്നാണ് ഇവിടെ നിർത്തിയത് അല്ലെ. അവിടെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. അടുത്ത മെത്തേഡ് n² + n = 420. അപ്പൊ n² + n = 420 എന്ന് പറയുമ്പോൾ n ആണ് നമുക്ക് വേണ്ടത്. ആ n-ന്റെ സ്ക്വയറിന്റെ കൂടെ n ഒന്നുകൂടി കൂട്ടുമ്പോഴാണ് 420 കിട്ടുന്നത്. അതായത് n² എന്ന് പറയുന്നത് 420-നേക്കാൾ ചെറുതാണ്. n എന്ന് പറയുന്നതിന്റെ സ്ക്വയർ ആണ് ഈ പറയുന്ന n². അതായത് ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്. ഒരു എണ്ണൽ സംഖ്യയുടെ സ്ക്വയർ ആണിത് അല്ലെ, വർഗമാണ്. അപ്പൊ ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്. അത് 420-നേക്കാൾ കുറവാണ്. അപ്പോ 420-നേക്കാൾ ചെറിയ ഒരു പെർഫെക്റ്റ് സ്ക്വയർ അത് ഏതാണ്? 420-നേക്കാൾ ചെറിയ പെർഫെക്റ്റ് സ്ക്വയർ ആണ് 400 അല്ലെ. 400 എന്ന് പറയുന്നത് 420-ന്റെ സ്ക്വയർ ആണ്. 400 ആണ് 420-നേക്കാൾ ചെറിയ പെർഫെക്റ്റ് സ്ക്വയർ. അപ്പോ n എന്ന് പറയുന്നത് 400-ന്റെ സ്ക്വയർ റൂട്ട് ആയിരിക്കും. 20 എന്ന് നമുക്ക് എടുക്കാം. ഇതൊരു ഈസി മെത്തേഡാണ് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പൊ ഈ രീതിയിൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ സാധിക്കും. അടുത്ത എക്സാമ്പിൾ നോക്കാം. How many consecutive natural numbers starting from 1 should be added to get 66? ഒന്നിൽ നിന്ന് തുടങ്ങി എത്ര അടുത്തടുത്ത എണ്ണൽ സംഖ്യകൾ ആഡ് ചെയ്താലാണ് 66 കിട്ടുന്നത്? ഓക്കെ, നമ്മളിപ്പോ ചെയ്ത അതേ മോഡൽ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ n നമ്പേഴ്സ് ആഡ് ചെയ്താൽ എന്ത് കിട്ടും? 66 കിട്ടും അല്ലെ. അപ്പൊ നമ്മൾ നേരത്തെ കണ്ട ഫോർമുല എന്താണ്? ഫോർമുല n × n + 1 n/2 = 66. ഇതാണ് നമ്മുടെ ഫോർമുല. അപ്പൊ ഈ 2 നമ്മൾ മറുവശത്തേക്ക് പോയാൽ n × n + 1 = 2 × 66, that is 132. ഓക്കെ, അപ്പൊ n² + n = 132. അതാണ് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത്. n² + n = 132. അതായത് n² എന്ന് പറയുന്ന പെർഫെക്റ്റ് സ്ക്വയർ 132-നേക്കാളും ലെസ് ആണ്. അപ്പൊ 132-നേക്കാളും ലെസ് ആയിട്ടുള്ള
പെർഫെക്റ്റ് സ്ക്വയർ എടുത്താൽ അത് 121 ആണ്. 121ന്റെ സ്ക്വയർ റൂട്ട് ഓഫ് 121 ഈക്വൽ ടു 11. അപ്പൊ നമുക്ക് n ഈക്വൽ ടു 11 എന്ന് എടുക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം 66 ഇൻറ്റു 2 ദാറ്റ് ഈസ് 132. ആ 132ന്റെ തൊട്ട് താഴെയുള്ള പെർഫെക്റ്റ് സ്ക്വയർ ഏതാണെന്ന് നോക്കുക, അതിന്റെ സ്ക്വയർ റൂട്ട് എടുക്കുക, അതായിരിക്കും n. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് വേഗം ചെയ്ത് നോക്കാം. സം ഈസ് 45. അപ്പൊ എന്ത് ചെയ്യണം? ആദ്യത്തെ സ്റ്റെപ്പ് 2 ഇൻറ്റു 45 90. 90യുടെ തൊട്ട് താഴെയുള്ള പെർഫെക്റ്റ് സ്ക്വയർ ഏതാണ്? 81. നമുക്കറിയാം 9 × 9 81. അപ്പൊ 81ന്റെ സ്ക്വയർ റൂട്ട് 9. അപ്പൊ n ഈക്വൽ ടു 9. ഓക്കെ, അപ്പൊ ഈ രീതിയിൽ നമുക്ക് വേഗം കണ്ടെത്താൻ സാധിക്കും. ഇനി അടുത്തത് ഹോൾ നമ്പേഴ്സ് ആണ്, അഖണ്ഡ സംഖ്യകൾ. ഇതുപോലെ തന്നെ അഖണ്ഡ സംഖ്യകളിലുള്ള ഓപ്പറേഷൻസ് എന്തൊക്കെയാണ്, സാധാരണ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പൊ ഓൾറെഡി നമ്മൾ പഠിച്ചതാണ് ഹോൾ നമ്പേഴ്സ്. ഹോൾ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 0, 1, 2, 3 എക്സെട്ര 4 അങ്ങനെ പോകുന്നു. സ്മോളസ്റ്റ് ഹോൾ നമ്പർ 0 ആണ്, ലാർജസ്റ്റ് ഹോൾ നമ്പർ ഇൻഫിനിറ്റി ആണ്, ഇതിന്റെ ഡിഫറൻസ് 1 ആണ്. ഇതെല്ലാം നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളതാണ്. ഓക്കെ, ഇനി അതില് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. 0, 1, 2, 3, 4 എക്സെട്ര അല്ലെ, ഇത് ഹോൾ നമ്പേഴ്സ് ആണ്. ഹൗ മെനി ഹോൾ നമ്പേഴ്സ് ആർ ദർ ഹിയർ ഇൻ 0, 1, 2, 3, 4, 5, 6? 6 വരെയുള്ള ഈ ഹോൾ നമ്പേഴ്സിൽ എത്ര ഹോൾ നമ്പേഴ്സ് ഉണ്ട്? ഇതിൽ എത്ര ഹോൾ നമ്പേഴ്സ് ഉണ്ട്? 0 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നു. ഇവിടെ 1 മുതൽ ഇവിടം വരെ 6 ഉണ്ട്, പിന്നെ ഒന്നും കൂടെ വരും 0യും കൂടെ അല്ലെ. അപ്പൊ 7 ആണ് ആൻസർ വരിക. അപ്പൊ ഇതൊരു നമുക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഹൗ മെനി ഹോൾ നമ്പേഴ്സ് ആർ ഹിയർ ഇൻ 0, 1, 2, 3 അപ് ടു 6? അപ്പൊ അതെന്താണ്? 7 ആണ്. അപ്പൊ ഓർത്തു വെക്കണം, 6 എന്ന് പറയരുത്. ഓക്കെ, ഇനി വിച്ച് ഈസ് 7th ഹോൾ നമ്പർ? 7th ഹോൾ നമ്പർ ഏതാണ്? ഇതിൽ നോക്കി, ഇതിപ്പോ 7 ഹോൾ നമ്പർ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ 7th ഹോൾ നമ്പർ ഏതാ? 6 ആണ്. ഓക്കെ ഓക്കെ, ഇനി വിച്ച് ഈസ് 15th ഹോൾ നമ്പർ? ഈ പറഞ്ഞ ക്വസ്റ്റ്യൻ പോലെ തന്നെയാണ്. 15th ഹോൾ നമ്പർ ഏതാ? ഇപ്പൊ നമ്മൾ കണ്ടു 7th ഹോൾ നമ്പർ 6 ആണ്. അപ്പൊ 15th ഹോൾ നമ്പർ എന്തായിരിക്കും? 14 ആയിരിക്കും അല്ലെ. 0യും കൂടെ ബാക്കിൽ വരില്ലേ? 0 മുതൽ 14 വരെ എഴുതുമ്പോൾ 15 നമ്പേഴ്സ് വരും. അപ്പൊ 15th ഹോൾ നമ്പർ എത്രയാണ്? 14. അപ്പോ 100th ഹോൾ നമ്പർ എത്രയായിരിക്കും? 99 ആയിരിക്കും. ഓക്കെ, ഹൗ മെനി നമ്പേഴ്സ് ആർ ദർ അപ് ടു 10? 10 വരെ ഹൗ മെനി ഹോൾ നമ്പേഴ്സ് ആർ അപ് ടു 10? സി, ഇത് മറ്റൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. 10 വരെ എത്ര ഹോൾ നമ്പേഴ്സ് ഉണ്ട്? നമ്മൾ ഇവിടെ കണ്ടതുപോലെ 6 വരെ എത്ര ഹോൾ നമ്പേഴ്സ് ഉണ്ട്? 0യും കൂടെ വരുമ്പോൾ 7 ആവും. അതുപോലെ 10 വരെ എഴുതുമ്പോൾ അതിന്റെ ബാക്കിൽ 0 ഉണ്ട്, അപ്പൊ 11 ഹോൾ നമ്പേഴ്സ് വരും. മനസ്സിലായോ? അപ്പൊ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം, എന്താണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ 10 വരെ എടുക്കുമ്പോൾ എത്ര ഹോൾ നമ്പേഴ്സ് ഉണ്ട്? 11 ആണ്. ഓക്കെ, ഇനി മറ്റൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ, നാച്ചുറൽ നമ്പേഴ്സിന്റെ കേസിൽ കണ്ടതുപോലെ തന്നെ, സം ഓഫ് ഫസ്റ്റ് n ഹോൾ നമ്പേഴ്സ് എത്രയാണ്? സാധാരണ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. സം ഓഫ് ഫസ്റ്റ് n ഹോൾ നമ്പേഴ്സ് ആണ്. PSCയുടെ ക്വസ്റ്റ്യൻ, LDC, LGS എല്ലാത്തിനും ചോദിക്കുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ സം ഓഫ് ഫസ്റ്റ് n ഹോൾ നമ്പേഴ്സ്, അതിന്റെ ഫോർമുല ചെറിയ വ്യത്യാസമുണ്ട്. നേരത്തെ നമ്മൾ കണ്ടതിൽ നിന്ന് അല്പം വ്യത്യാസത്തോടു കൂടി ഈ ഫോർമുല ഓർത്ത് വയ്ക്കുക. n ഇൻറ്റു n-1/2 ആണ്. ആദ്യം നമ്മൾ കണ്ടത് n ഇൻറ്റു n+1/2 ആണ് അല്ലെ, അത് നാച്ചുറൽ നമ്പേഴ്സിന്റെ കേസിൽ. ഹോൾ നമ്പേഴ്സ് വരുമ്പോൾ n ഇൻറ്റു n-1/2 ആണ്. എന്ത്? ആദ്യത്തെ n അഖണ്ഡ സംഖ്യകളുടെ തുക. ഓക്കെ, അപ്പൊ നമ്മൾക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് 17 ഹോൾ നമ്പേഴ്സ്. 17 ഹോൾ നമ്പേഴ്സ് അഖണ്ഡ സംഖ്യകളുടെ തുക എത്ര? അപ്പൊ n എന്ന് പറയുന്നത് 17 ആണ്. ഓക്കെ, n ഈക്വൽ ടു 17. ഫോർമുല അപ്ലൈ ചെയ്താലോ? സം ഈക്വൽ ടു n ഇൻറ്റു n-1/2. ഓക്കെ, അപ്പൊ എന്ത് വരും? n 17 ആണ്. 17 ഇൻറ്റു 17-1/2. അപ്പൊ എന്ത് വരും? 17 ഇൻറ്റു 16/2. അപ്പൊ ഇവിടെ 16ഉം ഈ 2ഉം നമുക്ക് ക്യാൻസൽ ചെയ്ത് 8 വരും. 17 ഇൻറ്റു 8 136. അപ്പൊ 136 ആണ് ഇവിടെ ആൻസർ വരിക. ഓക്കെ, അപ്പോൾ നാച്ചുറൽ നമ്പേഴ്സിന്റെ കേസിൽ നിന്ന് ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ, അത് ഓർത്ത് വെക്കുക. ഓക്കെ, ഇനി മറ്റൊരു എക്സാമ്പിൾ ആണ് ഫൈൻഡ് സം ഓഫ് 30 ഹോൾ നമ്പേഴ്സ്. അപ്പൊ 30 എണ്ണം. അപ്പൊ ഇവിടെ n എന്ന് പറയുന്നത് 30 ആണ്. n എന്ന് പറയുന്നത് 30 ആണ്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ സം ഈക്വൽ ടു n ഇൻറ്റു n-1/2. 30 ഇൻറ്റു
29/2. ഇപ്പൊ എന്തുവരും 15 ഇൻറ്റു ഈ 2ഉം 30യും ക്യാൻസൽ ചെയ്താൽ 15 ഇൻറ്റു 29 435. അപ്പൊ അതാണ് ആദ്യത്തെ 30 ഹോൾ നമ്പേഴ്സിന്റെ തുക. ഓക്കെ, ഇനി ഹൗ മെനി കോൺസിക്യൂട്ടീവ് ഹോൾ നമ്പേഴ്സ് സ്റ്റാർട്ടിംഗ് ഫ്രം 0 ഷുഡ് ബി ആഡഡ് ടു ഗെറ്റ് 55? ഇത് നമ്മൾ നാച്ചുറൽ നമ്പേഴ്സിന്റെ കേസ് ചെയ്ത അതേ മോഡൽ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ എത്ര ഹോൾ നമ്പേഴ്സ്, അത് 0 മുതൽ സ്റ്റാർട്ട് ചെയ്യണം. ആദ്യത്തെ ഹോൾ നമ്പേഴ്സ് എടുക്കുകയാണ്. അത് എത്ര എണ്ണം എടുത്താൽ ആഡ് ചെയ്താൽ, എത്ര എണ്ണം എടുത്ത് ആഡ് ചെയ്താൽ 55 കിട്ടും, അതാണ് ക്വസ്റ്റ്യൻ. അതിന് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് സം എത്രയാണ്? 55 ആണ്. അപ്പൊ നമ്മൾ ഫോർമുല അപ്ലൈ ചെയ്യാണ്. സം ഈക്വൽ ടു n ഇൻറ്റു n മൈനസ് 1/2 ഈക്വൽ ടു 55. ഓക്കെ, ഇവിടെ n എന്ന് പറയുന്നത് എത്ര ഹോൾ നമ്പേഴ്സ് നമ്മൾ എടുക്കുന്നു, അത് n എന്ന് സങ്കല്പിക്കുകയാണ്. നമുക്ക് ആ n-ന്റെ വാല്യൂ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ n ഇൻറ്റു n മൈനസ് 1/2 ഈക്വൽ ടു 55. അതെങ്ങനെ എഴുതാം? n ഇൻറ്റു n മൈനസ് 1 ഈക്വൽ ടു 2 ഇങ്ങോട്ട് കൊണ്ടുവരാം. 2 ഇൻറ്റു 55 110. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ, നാച്ചുറൽ നമ്പേഴ്സിന്റെ കേസിൽ ചെയ്ത പോലെ തന്നെ ഇവിടെ ചെയ്യാം. ഇങ്ങനെ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് n ഇൻറ്റു n മൈനസ് 1 ഈക്വൽ ടു 110 എന്നുള്ളത് നമുക്ക് ട്രയൽ മെത്തേഡിൽ നമുക്ക് ചെയ്യാം. ഇത് ഒന്നുകൂടെ എക്സ്പാൻഡ് ചെയ്താൽ n സ്ക്വയർ മൈനസ് n, ഇവിടെ നമ്മൾ n ഇൻറ്റു n സ്ക്വയർ n ഇൻറ്റു 1 മൈനസ് n സ്ക്വയർ മൈനസ് n ഈക്വൽ ടു 110. അപ്പൊ ഈസി മെത്തേഡ്സ് ആണ്, രണ്ട് മെത്തേഡാണ്. ആദ്യത്തെ മെത്തേഡ് നോക്കാം. ആദ്യത്തെ മെത്തേഡിൽ ഇതാണ് n ഇൻറ്റു n മൈനസ് 1 ഈക്വൽ ടു 110 ആണ്. ഓക്കെ, അപ്പൊ n-ന്റെ വാല്യൂ നമ്മൾ ഇതിൽ നിന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. n 10 എന്ന് എടുത്താലോ, 10 ഇൻറ്റു 10 മൈനസ് 1 9, 10 ഇൻറ്റു 9 അത് എത്ര വരണം? 110 വരണം. 10 ഇൻറ്റു 9 90 ആണ് അല്ലേ? അപ്പൊ ഈ n 10 അല്ല. ഇനി 8 എടുത്താലോ, 8 ഇൻറ്റു 8 മൈനസ് 1 7, 8 7 56 ആണ്, 110 അല്ല. അടുത്ത് നോക്കിയേ 11, 11 ഇൻറ്റു 11 മൈനസ് 1 10, 11 ഇൻറ്റു 10 110. ഓക്കെ, സി അപ്പോൾ n ഇൻറ്റു n മൈനസ് 1 എന്ന് പറയുന്നത് 110 വരുമ്പോൾ n എന്താണ്? n 11 ആണ്. അപ്പൊ നമുക്ക് പെട്ടെന്ന് ആൻസർ എഴുതാം, n ഈക്വൽ ടു 11. ആദ്യത്തെ 11 അഖണ്ഡ സംഖ്യകളുടെ തുകയാണ് 55 എന്ന് നമുക്ക് ആൻസർ കിട്ടുന്നു. ഇനി നമുക്ക് അടുത്ത മെത്തേഡ് എന്താന്ന് നോക്കാം. ഇവിടെ n സ്ക്വയർ മൈനസ് n ഈക്വൽ ടു 110 ആണ്. ആദ്യം നമ്മൾ എന്താ പറഞ്ഞത്? n സ്ക്വയർ പെർഫെക്റ്റ് സ്ക്വയർ ആണ്. അതിൽ നിന്ന് n സബ്ട്രാക്ട് ചെയ്യുമ്പോഴാണ് 110 കിട്ടുന്നത്. അതായത് ഈ 110നേക്കാൾ വലിയ സംഖ്യയാണ് n സ്ക്വയർ. അതായത് 110നേക്കാൾ വലിയ പെർഫെക്റ്റ് സ്ക്വയർ ഏതാണ്, തൊട്ടടുത്തുള്ള പെർഫെക്റ്റ് സ്ക്വയർ ഏതാണ് എന്ന് നോക്കുക. n സ്ക്വയർ ഇസ് ഗ്രേറ്റർ ദാൻ 110. 110നേക്കാളും കൂടിയ അടുത്ത പെർഫെക്റ്റ് സ്ക്വയർ ഏതാണ്? അത് 121 ആണ് അല്ലെ? 11ന്റെ സ്ക്വയർ ആണ് 121. അപ്പൊ 121 ആണ് 110നേക്കാൾ വലിയ പെർഫെക്റ്റ് സ്ക്വയർ. അപ്പൊ 121ന്റെ സ്ക്വയർ റൂട്ട് എടുക്കുക, അത് 11 ആണ്. അപ്പൊ n നമുക്ക് 11 എന്ന് കിട്ടുന്നു. ഓക്കെ, അപ്പൊ അത് ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു മെത്തേഡാണ്. നോക്കാം നമുക്ക് എക്സാമ്പിള്. ഹൗ മെനി കോൺസിക്യൂട്ടീവ് ഹോൾ നമ്പേഴ്സ് സ്റ്റാർട്ടിംഗ് ഫ്രം 0 ഷുഡ് ബി ആഡഡ് ടു ഗെറ്റ് 120? ആദ്യത്തെ ക്വസ്റ്റ്യൻ 120 ആണ്, സം 120 ആണ്. സം ഈക്വൽ ടു 120. അപ്പൊ നമ്മൾ ഈ രണ്ടാമത്തെ മെത്തേഡ് ആണ്. അപ്പൊ അതെന്താ? ഈ 2 ഇൻറ്റു 120 എടുക്കണം ആദ്യം, ദാറ്റ് ഈസ് 240 അല്ലെ? ഈ 240 എന്ന് പറയുന്നത് n സ്ക്വയർ മൈനസ് n ആണ്. അപ്പൊ n സ്ക്വയർ മൈനസ് n ഈക്വൽ ടു 240. അപ്പൊ 240യേക്കാളും ഗ്രേറ്റർ ആയിട്ടുള്ള പെർഫെക്റ്റ് സ്ക്വയർ, അടുത്ത പെർഫെക്റ്റ് സ്ക്വയർ ഏതാണെന്ന് നോക്കുക. പെർഫെക്റ്റ് സ്ക്വയർ ഗ്രേറ്റർ ദാൻ 240 ഈസ് 256. അപ്പോൾ 256ന്റെ സ്ക്വയർ റൂട്ട് എടുക്കുക, അതെന്താണ്? 16 ആണ്. അപ്പൊ n ഈക്വൽ ടു 16 എന്ന് കിട്ടുന്നു. ഓക്കെ, ഇനി ഇവിടെ 105 ആണ് അടുത്ത ക്വസ്റ്റ്യൻ. സം 105 ആണ്. ഉടനെ എന്ത് ചെയ്യണം? 2 ഇൻറ്റു 105 210. 210നേക്കാൾ വലിയ പെർഫെക്റ്റ് സ്ക്വയർ ഏതാണ് അല്ലെ? n സ്ക്വയർ മൈനസ് n ഈക്വൽ ടു 210. അപ്പൊ n സ്ക്വയർ 210നേക്കാൾ ഗ്രേറ്റർ ആണ്. അപ്പൊ അതിനേക്കാൾ വലിയ തൊട്ടടുത്തുള്ള പെർഫെക്റ്റ് സ്ക്വയർ 225 ആണ്. അതിന്റെ സ്ക്വയർ റൂട്ട് 15 ആണ്. അപ്പൊ n-ന്റെ വില ഇവിടെ 15 ആണ്. ഓക്കെ, ഇനി അടുത്ത ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദ സം ഓഫ് ഹോൾ നമ്പേഴ്സ് അപ് ടു 25 വരെയുള്ള ഹോൾ നമ്പേഴ്സിന്റെ സം എന്താണ്? എന്ത് വരും അത്? 25 വരെയുള്ള ഹോൾ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതി നോക്കിയാൽ 0 + 1 + 2 + അപ് ടു 25. ഇതാണ് സം കാണേണ്ടത് അല്ലെ? n എത്രയാണ്?
നമുക്ക് സമ്മിന് ഒരു ഫോർമുലയുണ്ട്, നമ്മൾ പഠിച്ചു, n ഇൻറ്റു n മൈനസ് 1/2 അല്ലെ. പക്ഷെ n എന്താണ്? ഫസ്റ്റ് n ഹോൾ നമ്പേഴ്സ്. അങ്ങനെ വരുമ്പോഴാണ് n എടുക്കുക. അതായത് എത്ര ഹോൾ നമ്പേഴ്സ് ഉണ്ട് ഇവിടെ, അതാണ് n എന്ന് പറയുന്നത് എത്ര ഹോൾ നമ്പേഴ്സ് ഉണ്ട് എന്നാണ്. ഇവിടെ എത്ര ഹോൾ നമ്പേഴ്സ് ഉണ്ട്? 25 വരെ ഹോൾ നമ്പർ ഉള്ളെങ്കിലും ഇത് എത്ര എണ്ണം ഉണ്ട്? 26 ഉണ്ട് അല്ലെ, നേരത്തെ നമ്മൾ കണ്ടതാണ്. അപ്പൊ n എന്ന് പറയുന്നത് ഇവിടെ 26 ആണ്. അപ്പൊ ഫോർമുല അപ്ലൈ ചെയ്യുക. n ഇൻറ്റു 26 മൈനസ് 1/2, 26 ഇൻറ്റു 25/2. ഓക്കെ, അത് ചെയ്യുമ്പോൾ നമുക്ക് 325 കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ സം ഓഫ് ഹോൾ നമ്പേഴ്സ് അപ് ടു 99? ഇതുപോലെ തന്നെയാണ്. 99 വരെ എഴുതുമ്പോൾ ഉള്ള സം എത്രയാണ്? ഹോൾ നമ്പേഴ്സ്. അപ്പൊ എത്ര ഹോൾ നമ്പേഴ്സ് ഉണ്ട് ഇവിടെ? ആക്ച്വലി n ഈക്വൽ ടു 100 ആണ്. ഈ സീറോയും കൂടെ വരും അല്ലെ. അപ്പൊ 100 ആണ്. അപ്പൊ ഈ ഫോർമുലയിലെ n 100 കൊടുക്കുക. 100 ഇൻറ്റു 100 മൈനസ് 1, 99/2, ദാറ്റ് ഈസ് 4950. ഇതാണ് 4950 ആണ് 99 വരെയുള്ള അഖണ്ഡ സംഖ്യകളുടെ തുക. ഓക്കെ, ഇനി അടുത്ത എന്താണ് നോക്കിയേ. വാട്ട് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് ഫസ്റ്റ് 9 ഹോൾ നമ്പേഴ്സ്? ഇതും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്പേഴ്സ് ഫസ്റ്റ് 9 ഹോൾ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 8 വരെ എഴുതാമുള്ളൂ അല്ലെ. 8 വരെ വരുമ്പോൾ ഈ നാച്ചുറൽ നമ്പേഴ്സ് ഇവിടെ 8 ഉണ്ട്, അതിന്റെ കൂടെ ഒരു സീറോയും കൂടെ വരുവാണ്. അപ്പോൾ 9 ഹോൾ നമ്പേഴ്സ് ഉണ്ട് ഇവിടെ. അപ്പോൾ ആ 9 ഹോൾ നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് എന്താണ്? അപ്പൊ എന്താ വരിക? ആക്ച്വലി 0 ഇൻറ്റു 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു എക്സെട്ര. അതെന്ത് വരും? ഇവിടെ എത്ര സംഖ്യ വന്നാലും അതിനെ 0 കൊണ്ടാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത് അല്ലെ. 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഗുണനഫലം 0 ആണ്. 0 കൊണ്ട് ഗുണിച്ചാൽ എത്ര വലിയ സംഖ്യ ആയാലും 0 ആയിരിക്കും ആൻസർ. അപ്പോൾ ഇതിന്റെ ആൻസർ 0 ആണ്. അപ്പോൾ വാട്ട് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് ഫസ്റ്റ് 100 ഹോൾ നമ്പേഴ്സ് എടുത്താലും 0 വരും. വാട്ട് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് 1000 ഹോൾ നമ്പേഴ്സ് എടുത്താലും 0 വരും. ഓക്കെ, വാട്ട് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് 99 ഹോൾ നമ്പേഴ്സ്? അവിടെയും 0 ഇൻറ്റു എന്ന് പറഞ്ഞാണ് വരുന്നത്, അപ്പൊ 0 വരും. ഓക്കെ, നമ്മൾ ഹോൾ നമ്പേഴ്സ് വരെയുള്ള ഏകദേശം ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം കവർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത സംഖ്യകളിൽ ഉള്ള ഓപ്പറേഷൻസ് പഠിക്കാം. ഓക്കെ, താങ്ക് യു വെരി മച്ച്.